നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. വെറ്റിവേൽ മുരുകനുക്ക് ഹര ഹരോ ഹര ഹര. അപ്പോൾ ഇവിടെ ദേവകാണ്ഡത്തിൽ ഏതാനും അധ്യായങ്ങളിൽ കൂടിയിട്ട് ഇനി പറയാൻ പോകുന്നതായ വിഷയം പ്രധാനമായിട്ട് സുബ്രഹ്മണ്യൻ്റെ വിവാഹം എന്നാണ്. ഇന്ദ്രപുത്രിയായിട്ടുള്ള ദേവസേനയെ വിവാഹം ചെയ്യുന്നു. അതുപോലെ ആ സ്കന്ദൻ്റെ മറ്റൊരു വിവാഹമാണ് വള്ളി കല്യാണം. ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് പുരാണ മാഹാത്മ്യം. ഏതൊരു പുരാണം പോലെ തന്നെ ഈ സ്കന്ദപുരാണവും ശ്രവണം ചെയ്താൽ അതിൻ്റെ മഹത്വം എന്താണ്. ഓരോ പുരാണങ്ങൾക്കും വ്യത്യസ്തങ്ങളായ രീതിയിലാണ് അതിൻ്റെ ആ ഒരു പദ്ധതികളെ കൽപ്പിച്ചിട്ടുള്ളത്. ഇത്ര ആവർത്തി എത്ര ആവർത്തി ശ്രവണം ചെയ്യണം, അല്ലെങ്കിൽ എത്ര ആവർത്തി പാരായണം ചെയ്യണം എന്നൊക്കെയുള്ള ചില പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പുരാണത്തിന് പ്രധാനമായിട്ടും ഇത് ഒരു ജ്ഞാനയജ്ഞ രീതിയാണ് നമുക്ക് പുരാണങ്ങളെയൊക്കെ തന്നിട്ടുള്ളത്. അത്തരത്തിലും നമ്മൾ ഏതൊരു ദേവനെയും ഉപാസിക്കുമ്പോൾ ഒരു ക്ഷേത്ര സങ്കേതത്തിലാണെങ്കിൽ ദൈനംദിന പൂജാവിധികൾ പോലെ, അല്ലെങ്കിൽ വാർഷികമായിട്ട് നമ്മൾ ചെയ്യുന്നതായ ഉത്സവാദികൾ പോലെ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഈ പുരാണ യജ്ഞം. അല്ലെങ്കിൽ പുരാണം യജ്ഞരീതിയിൽ തന്നെ വേണമെന്നില്ല. ദൈനംദിനം ദിനവും നിത്യവും പുരാണത്തെ ദേവന്റെ മുന്നിൽ പാരായണം ചെയ്യുക എന്നുള്ള പദ്ധതിയുണ്ട്. അതും നടന്നു വരുന്ന ചില ഇടങ്ങൾ അപൂർവമായിട്ട് കാണാം, ചില ക്ഷേത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിൽ പോയാൽ കാണാം, മണ്ഡപത്തിൽ എല്ലാ ദിവസവും ദേവന് ശ്രീരാമന് അഭിമുഖമായിരുന്നു കൊണ്ട് വാത്മീകി രാമായണത്തിലെ സുന്ദരകാന്ഡമാണ്. 68ഓളം സർഗങ്ങളാണ്. അതിങ്ങനെ തുടർച്ചയായിട്ട് പാരായണം നടന്നുകൊണ്ടിരിക്കും. വാത്മീകി രാമായണത്തിലെ സുന്ദരകാന്ഡത്തിന്റെ പ്രത്യേകത, അതിലെ ഓരോ സർഗത്തിനും, ഓരോ അധ്യായം, ഓരോ സർഗത്തിനും ഓരോ ഫലശ്രുതിയാണ്. ഹനുമാൻ സീതാന്വേഷണം ചെയ്ത് ലങ്കയിലേക്ക് സമുദ്രം തരണം ചെയ്യുന്നത് മുതൽ അവിടെ എത്തി സീതാദേവിയെ കണ്ട് അടയാളമൊക്കെ കൊടുത്ത്, പിന്നീട് രാവണനെയും മറ്റു രാക്ഷസന്മാരെയും താൻ രാമദൂതനാണ് എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തി, തൻ്റെ പ്രഭാവത്തെയും അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ലങ്കയെ അഗ്നികിരയാക്കിയിട്ട് മടങ്ങി സമുദ്രം ലംഘനം ചെയ്ത് രാമസന്നിധിയിൽ എത്തുന്നതുവരെയുള്ള ഭാഗമാണ്. വളരെ പ്രാധാന്യമുണ്ട് രാമായണത്തിൽ ഈ സുന്ദരകാന്ഡത്തിന്. ദുഃഖിതരായിട്ടിരിക്കുന്ന ശ്രീരാമന് സീത എവിടെയാണെന്നും സീതാദേവിയെ കണ്ടെത്തി അതിൻ്റെ ആ ഒരു ചിഹ്നമായിട്ടുള്ള ചൂടാരത്നം ശ്രീരാമന്റെ കയ്യിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ആ ഹനുമാൻ ചെയ്തിട്ടുള്ളതെന്ന്. ഏറ്റവും അധികം ശ്രീരാമനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണത്. കണ്ടു സീതയെ, സീതാദേവിയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹനുമാൻ മടങ്ങി വരുന്നു. അതാണ് അവിടെ അതിൻ്റെ ഒരു ആചാരം എന്ന രീതിയിൽ നമ്മൾ എപ്പോൾ പോയാലും ഇങ്ങനെ കേൾക്കാം, അല്ലേ? അവിടെ ഇങ്ങനെ കതിന പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സമർപ്പണമായിട്ടൊക്കെ പറയാറുണ്ട്. എന്തായാലും അവിടെ എന്നും 365 ദിവസവും മണ്ഡപത്തിൽ ഈ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. മറ്റു പലയിടങ്ങളിലും ഉണ്ടായിരുന്നു, പക്ഷെ പിൽക്കാലത്തതും ഇല്ലാതെ നിലച്ചുപോയി. ഇപ്പം ഏതൊരു ക്ഷേത്രമാണെങ്കിലും നാമജപം എന്നുള്ളത്, നാമസങ്കീർത്തനം എന്നുള്ളത് കലികാലത്തെ ജപയജ്ഞം, ഉപാസനയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. കലൗതത് ഹരി കീർത്തനാൽ എന്ന് ഭാഗവതാദി പുരാണങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ പുരാണങ്ങളെ കേൾക്കുകയും കുറച്ച് സമയം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അതിനുള്ള അവസരം ഉണ്ടാവുമ്പോൾ നമ്മുടെ സമീപത്ത് ഒരു സങ്കേതത്തിൽ ഒരു പുരാണം യജ്ഞരീത്യ നടത്തപ്പെടുമ്പോൾ കുറച്ച് സമയം അതിൽ ഭാഗഭാക്കാവുക, ശ്രവണം ചെയ്യുക. അപ്പം അത്തരത്തിലുള്ള ഒരു വളരെ ചെറിയ ഒരു ഏറ്റവും ബൃഹത്തായൊരു പുരാണത്തിനെ നാം അതിൻ്റെ ഒരു ചെറിയ രീതിയിലാണ്, വളരെ ക്രോഡീകരിച്ചതായിട്ടൊരു രൂപത്തിൽ ആണ് ഇവിടെ നമ്മളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നാളെ സമർപ്പിക്കാൻ പോകുന്നത്. ഏകദേശം 11 മണിയോടൊക്കെ കൂടി ആ സ്വയംവര സന്ദർഭം. അപ്പോൾ ആ സമയത്ത് പ്രദക്ഷിണം ചെയ്തു വന്ന് വാദ്യഘോഷങ്ങളോടുകൂടി ഇവിടെ എത്തി
ആ ഭാഗം പാരായണം ചെയ്ത് ആരതിയോട് കൂടിയിട്ട് സമർപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഒക്കെ വേണ്ടതുപോലെ ആക്കി തീർക്കട്ടെ ഭഗവാനും, അതുപോലെ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്താം.